ഹലോ ഫ്രണ്ട്സ്. ഞാനിപ്പോൾ ഇന്ന് ഒരു ഒരു ചെറിയൊരു വീടാണ് ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ഒരു ക്യൂബ് എടുക്കുക. ക്യൂബ് എടുത്തിട്ട് വൈ ആക്സിസിൽ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുക, കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യുക. പിന്നെ കുറച്ച് എക്സ് ആക്സിസിലും നമ്മൾ വലിച്ച് ഒരു റെക്റ്റാങ്കിൾ പോലെ ആക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ആദ്യം ഇങ്ങനെ ഏകദേശം റെക്റ്റാങ്കിൾ പോലെ ആയിക്കഴിഞ്ഞ ശേഷം നമ്മൾ എഡിറ്റ് മോഡിലേക്ക് പോവുക. എഡിറ്റ് മോഡിൽ പോയി കഴിഞ്ഞിട്ട് നമ്മൾ അത് സെലക്ട് ചെയ്യുക. ഫേസ് സെലക്ട് ചെയ്യുക, മേളിലെ വശം ഫേസ് അത് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഈ അടിച്ചിട്ട് എക്സ്ട്രൂഡ് ചെയ്യുക, മേലോട്ട് ചെയ്യുക. പിന്നെ ഒരു പ്രാവശ്യം കൂടി നമ്മൾ അത് മേലോട്ട് എടുക്കുക. ഇപ്പോൾ ഏകദേശം അത് രണ്ട് സെറ്റ് പോലെ ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു കോൺക്രീറ്റ് വീട് പോലെയാണ് ഇപ്പോൾ സെറ്റ് ആയിരിക്കണം. നമ്മൾ വേണ്ടത് നമുക്ക് പഴയ ഒരു ടൈപ്പ് മോഡൽ വീടാണ്, ഓടിട്ട വീട് പോലത്തെ ഒരു ഇതാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇനി നമ്മൾ വേണ്ട രണ്ട് സൈഡിലെയും വെർട്ടിക്കൽ രണ്ട് സൈഡും എഡ്ജസ് രണ്ട് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഷിഫ്റ്റ് ഇസെഡ് എന്ന് പറഞ്ഞ് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ എക്സ് ആക്സിസും വൈ ആക്സിസും കൂടി ഒരുമിച്ച് സെലക്ട് ആവും. ഷിഫ്റ്റ് ഇസെഡ് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് സ്ലോ ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അത് എക്സ്പീരിയൻസ് ആയിട്ടാന്ന് തന്നെയാണ് ചുരുക്കം. ഇത് ഇപ്പോൾ രണ്ട് സെറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞത് അത് രണ്ടും കൂടി സെറ്റാക്കുക, ഒരുമിച്ച് ഇതാക്കി കഴിഞ്ഞിട്ട് കണക്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു സ്ലൈഡ് ചെയ്യണ ഒരു ഷേപ്പ് പോലെ രണ്ട് സൈഡാക്കുക. ഇതൊരു പ്യുവർ കോൺക്രീറ്റ് വീടാണ്. പക്ഷേ ഒരു ടെറസ് മോഡലല്ല, ഒരു സ്ലോപ്പ് മോഡൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഇതാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. ഇത് ഒരു ബേസ് മോഡലാണ്, വീടിൻ്റെ ശരിക്കൊരു ബേസ് മോഡൽ എന്ന് പറഞ്ഞാൽ മതി. പിന്നെ നമ്മൾ ചെയ്യേണ്ട അടുത്തത്, നമ്മൾ മേളിലത്തെ ആ ഒരു രണ്ട് സൈഡും സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പി പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും, എന്നിട്ട് അതിൽ സെലക്ഷൻ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ അത് സെപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ നമ്മൾ ആ താഴെയുള്ള പോർഷനായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ആവും, നമ്മൾ അതായിട്ട് കണക്ട് ചെയ്ത് നിൽക്കില്ല. അത് നമുക്ക് സെപ്പറേറ്റ് എടുത്ത് വയ്ക്കാൻ പറ്റും, രണ്ട് ഇതായിട്ട് മാറും. അത് കഴിഞ്ഞ് നമുക്ക് വേണ്ടത് ആ ഒരു മേളിലത്തെ ആ ഒരു സ്ലോപ്പിന് ഒരു ചെറിയൊരു കട്ടി കൊടുക്കണം. നമ്മുടെ ഒരു തിക്നെസ് ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും, ആ തിക്നെസ് കയറി വരണം. പിന്നെ ചെറിയൊരു സ്ലോപ്പിംഗ് പോലെ വരണം. സ്ലോപ്പിംഗ് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് രണ്ടും സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ സ്കെയിൽ ചെയ്യുക. 4 എഡ്ജ് വെർട്ടിക്കൽ എഡ്ജുകൾ സെലക്ട് ചെയ്യണം. ഫേസ് അല്ല സെലക്ട് ചെയ്യേണ്ടത്, അത് മാറ്റിയിട്ട് എഡ്ജുകൾ സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഒരേപോലെ തന്നെ സ്കെയിൽ ചെയ്യുക. എല്ലാ സൈഡും ഒരുമിച്ച് സെലക്ട് ചെയ്തിട്ട് വേണം സ്കെയിൽ ചെയ്യാൻ വേണ്ടി. നമ്മൾ പിന്നെ ചെറിയൊരു ഇതുവരെ മോഡിഫൈയിൽ പോയിട്ട് ഒരു ചെറിയൊരു തിക്നെസ് ഉണ്ടാക്കണം. അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മോഡിഫൈയിൽ പോയിട്ട് എന്താ പറയുക, സോഡിഫൈ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ തിക്നെസ് കൂട്ടി കൊടുക്കുക, കുറച്ചൊരു തിക്നെസ് കൂട്ടി കൊടുക്കുക. അതൊരു 0.2 എന്നുള്ള ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി തിക്കായിട്ട് വരും, ആ ഒരു കട്ടി കുറച്ച് കൂടുതലായിട്ട് വരും. അപ്പോൾ എന്നിട്ട് മൊത്തം സെലക്ട് ചെയ്തിട്ട് സ്കെയിൽ ചെയ്യുമ്പോഴാണ് ഒരേ യൂണിഫോമിറ്റിയിൽ കയറി വരുന്നത്. ഞാനിത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഭയങ്കര തറവായിട്ടുള്ള ഒരു വ്യക്തിയല്ല ഞാനും ഒരു കാര്യങ്ങൾ പഠിച്ചു തന്നെയുള്ളൂ.
ഇപ്പോൾ ഏകദേശം ഞാൻ പറഞ്ഞ പോലെ സ്കെയിൽ ചെയ്തിട്ടുണ്ട്. എല്ലാ സൈഡും ഒരേപോലെ തന്നെ ഈക്വലായിട്ട് സ്കെയിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ പറയണമെന്ന് വെച്ചാൽ ഇത് ഞാൻ ചെയ്യുമ്പോൾ കൂടെ തന്നെ ഒരു ഇതിൽ വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാനാണ് എപ്പോഴും നല്ലൊരു സജഷൻ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മളിതിനു വേണ്ടി കണ്ടമാനം ടൈം ഇതിൽ നോക്കി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത് വരുമ്പോൾ അത് നമുക്ക് അത് ഓർമ്മയിൽ നിൽക്കില്ല, അല്ലെങ്കിൽ നമുക്കത് കുറച്ച് ബുദ്ധിമുട്ട് വരും. ചില ആൾക്കാർ വൺസിനെ ഒറ്റ ടൈം തന്നെ വാച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവും. ചിലർക്ക് കുറച്ച് ടൈം എടുക്കും ഇതിങ്ങനെ ഓരോന്ന് പഠിച്ചു വരുമ്പോൾ. ഒറ്റയ്ക്ക് പഠിച്ചു വരുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. കുറച്ച് ഒരു ടൈം എടുക്കും ഈ സാധനം സെറ്റ് ചെയ്യാൻ വേണ്ടി. ഇത് കുറച്ച് ഒരു 4-5 മാസം നമ്മൾ സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ആദ്യം ഭയങ്കര ഒരു ഈ സിമ്പിളായിട്ടുള്ള ഒരു ഇതുപോലെ തോന്നും. കാരണം ഇതിൽ വലിയ ഹാർഡ് വർക്കിംഗ് അല്ല, ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ഇതാണ് വരുന്നത്, നമ്മുടെ ഐഡിയകളാണ് അതിലേക്ക് കൊടുക്കുന്നത്. നമ്മളൊരു സംഭവം നമ്മൾ ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഉണ്ടാക്കുകയാണ് ചെയ്യണത്. പണ്ട് നേരത്തെ ഞാൻ വരക്കുമെങ്കിൽ ഇതിപ്പോൾ നമ്മൾ ആ വരക്കിൽ ഉണ്ടാക്കുകയാണ് ചെയ്യണത്. അതുകൊണ്ട് കുറച്ച് ഒരു ലാഗ് ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ ഏകദേശം നമ്മൾ ഓരോരോ കാര്യങ്ങൾ സെറ്റായി വരുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ അതുകൂടാതെ നമ്മൾ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് സേവ് ചെയ്ത് വെക്കണമെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞതാണ്. അത് സേവ് ചെയ്ത് നമ്മളൊരു ലൈബ്രറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുക. എപ്പോഴാണ് നമുക്ക് അങ്ങനത്തെ ഒരു സാധനം ആവശ്യം വരിക എന്ന് നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് എല്ലാ പ്രാവശ്യവും നമുക്ക് ഇതിങ്ങനെ കുറേ ഉണ്ടാക്കാൻ പറ്റില്ല, കുറേ ഇപ്പോൾ അപ്പം പോയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അതിനേക്കാൾ ഏറ്റവും ബെസ്റ്റ് നമ്മൾ കുറച്ച് ഒരു വീടുണ്ടാക്കിയാൽ ആ വീട് സേവ് ചെയ്ത് ഒരു ലൈബ്രറിയിൽ കയറ്റി വയ്ക്കുക. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളപ്പോൾ അത് കോപ്പി ആൻഡ് പേസ്റ്റ് ചെയ്താൽ മതി എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ആ ഒരു വീടിന് ഒരു ചെറിയൊരു മുറ്റം, പിന്നെ ഒരു ചുറ്റുപാടിന് വേണ്ടി ഒരു പ്ലെയിൻ വലിച്ചിട്ടേക്കണേന് ക്യൂബ് എടുത്ത് അവിടെ നിന്ന് ഫസ്റ്റ് വന്ന് പ്ലെയിൻ ആ ഒരു സെലക്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് സ്കെയിൽ ചെയ്തതാണ്. എന്നിട്ട് ആ വീടിൻ്റെ ചുറ്റും കുറച്ച് വിഡ്ത്തിലാക്കിയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് അവിടെ ഒരു കുറച്ച് പുല്ല് വേണം. കഴിഞ്ഞ ദിവസം ഞാനൊരു ക്ലാസ്സിൽ വെച്ച പോലെ ആദ്യം നമ്മൾ പാർട്ടിക്കിൾസിൽ പോയിട്ട് നമ്മൾ ഹെയർ സെലക്ട് ചെയ്യുക. ഹെയർ സെലക്ട് ചെയ്യേണ്ട അതിൻ്റെ താഴെ നമ്പർ ഓഫ് ഹെയർസ് എന്നുള്ളതുണ്ട്, അത് നമ്പേഴ്സ് എന്നുള്ളതുണ്ട്. അതിൽ ഒരു 60,000 ടൈപ്പ് ചെയ്യുക. അപ്പോൾ അത് ഏകദേശം ഇങ്ങനെ വരും. ആ വീട് മൊത്തമായിട്ട് വരും. ഒരു ഏകദേശം അതിൻ്റെ ലെങ്ത്ത് ഒരു 4 എന്ന് പറഞ്ഞാണ് വരുന്നത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ട് 0.2 എന്നുള്ള ആക്കി കഴിഞ്ഞാൽ നമ്മൾ നേരെ ഒരു തരിതരി പോലെയാവും. അത് കഴിഞ്ഞ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ അഡ്വാൻസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അതിൻ്റെ സൈഡ്സ് ബാക്കിൽ തന്നെ. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫിസിക്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ ഫിസിക്സിൽ പോയി കഴിഞ്ഞിട്ട് നേരെ കുറച്ച് താഴോട്ട് പോകുമ്പോൾ ബ്രൗണി എന്ന് പറഞ്ഞൊരു കളറുണ്ട്. ബ്രൗണി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ 0.01 അല്ലെങ്കിൽ 0.2 എന്നുള്ള ഓപ്ഷൻ 0.1 എന്ന് അടിക്കുന്നത്. അടിച്ച് കഴിയുമ്പോഴത്തേക്കും ഏകദേശം റഫ് ലുക്ക് പോലെ വരും, മൊത്തമായിട്ട് റഫ് ലുക്ക് വരും. അത് കഴിഞ്ഞ് പിന്നെ താഴെ നമ്മൾ ഏറ്റവും താഴെ പോയിട്ട് മെറ്റീരിയലിൽ പോയിട്ട് നമ്മൾ അതിന് കളർ കൊടുക്കുകയാണ്. ആ പുല്ലിന് കളർ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അത് ന്യൂ പ്രസ് ചെയ്യണം ആദ്യം. അത് കഴിഞ്ഞിട്ട് ന്യൂ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും അതിൽ ഡിസ്പ്ലേ ഇത് വരും, കളർ സെറ്റിങ്ങും കാര്യങ്ങളും കയറി വരും, കളർ കോഡ് ഇത് കയറി വരും. ആ വൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഗ്രീനാണ് വേണ്ട, ഗ്രീൻ ക്ലിക്ക് ചെയ്യുക. ഗ്രീൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് വരാൻ ചാൻസ് കുറവാണ്. അപ്പോൾ നമ്മൾ മേളിൽ റെൻഡറിങ് ഓപ്ഷനിലേക്ക് മാറ്റുക. നമ്മൾ ഇപ്പോൾ സെറ്റ് ചെയ്ത പോലെ റെൻഡറിങ് ഓപ്ഷനിലേക്ക് മാറ്റുമ്പോൾ അത് ഗ്രീനായിട്ട് മാറും. അപ്പോൾ മാറിയിട്ടുണ്ട്. നമ്മളത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാനുള്ളത് അതിൻ്റെ കളറ് കുറച്ച് ഡാർക്കാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇങ്ങനെ ഈ ഒരു ഡാർക്ക് ഇതാകുമ്പോഴാണ് കുറച്ചും കൂടി കട്ടിയുള്ള ഡാർക്ക് പുല്ലുകൾ നമുക്ക് കുറച്ചും കൂടി ഒരു ലുക്ക് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഏകദേശം ഡാർക്ക് ഇതായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു വീട്, ചെറിയൊരു വീട്, അതിൽ ഒരു സറൗണ്ടിങ്സിൻ്റെ ഇതിൽ നിൽക്കുന്നതാണ്. ഇനി നമ്മൾ ഉദ്ദേശിക്കുന്ന കുറച്ച് ഉള്ളിൽ ഒരു ചെറിയൊരു ലൈറ്റ് സെറ്റ് ചെയ്യുക. ഇതാണ് ഇന്നത്തെ ഒരു ഇത് വരുന്നത്. ഇത് ഇനി നമ്മൾ എല്ലായിടത്തും ശരിക്കും ക്രോസ് ചെക്ക് ചെയ്യണം. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനിങ്ങനെ പഠിക്കുന്നതുകൊണ്ട് അത്രയും ഡീപ്പായിട്ട് പോയില്ല. നമ്മളിങ്ങനെ ഏകദേശം എല്ലാം കണക്ട് ചെയ്ത് വരുന്നതുകൊണ്ട് അങ്ങനെയൊക്കെയാണ്. അതുകൂടാതെ എനിക്ക് പറയാനുള്ളത്, പഠിക്കുന്നതോ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ പ്രാക്ടീസ് എന്ന് പറഞ്ഞ വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും അത് ചെയ്യണം. അത് ചെയ്യാണ്ട് നമുക്ക് ഈ സോഫ്റ്റ്വെയർ നമ്മുടെ ഉള്ളിൽ മൊത്തമായിട്ട് അങ്ങ് സെറ്റാവില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം
ഇത് കണ്ടിന്യൂസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും നമുക്ക് എല്ലാം കുറച്ച് വളരെ സിമ്പിളായിട്ട് തോന്നും. പ്രത്യേകിച്ച് നമ്മൾ കുറേ സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും ലൈബ്രറിയിൽ. അപ്പോൾ നമ്മളൊരു ചെറിയൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ആ സ്ക്രിപ്റ്റിൽ നമുക്ക് ഏകദേശം ഒരു എന്താ പറയുക, ഇപ്പോൾ ഒരു വീടിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ ഉദാഹരണം പറയുകയാണെങ്കിൽ അതിന് ബെഡ്, പിന്നെ ഫാന്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ പതുക്കെ ലൈബ്രറിയിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുക. അതാണ് ഏറ്റവും മെയിനായിട്ട് എനിക്ക് തോന്നിയേക്കുന്ന കാര്യം. അപ്പോൾ നമ്മൾ വൺ ടൈം വർക്ക് ചെയ്താൽ മതി. അത് പിന്നെ അതിന് ചെറിയ ചെറിയ മോഡിഫിക്കേഷൻ ചെയ്തിട്ട് അത് മാറ്റി കൊടുത്താൽ മതി. ആ ഒരു ഏകദേശം ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ചുള്ള ഫാനിൻ്റെ കളറോ അല്ലെങ്കിൽ ബെഡിൻ്റെതോ ലൈറ്റോ ഒക്കെ മാറ്റി കൊടുത്താൽ മതി. നമ്മൾ ആദ്യം ചെയ്യുന്ന ഒരു എഫേർട്ടാണ് ശരിക്കും അതിൽ ഭയങ്കര ഡെപ്തിൽ വരുന്നത്. എനിക്കുള്ള അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി ആ സ്ക്രിപ്റ്റിൽ നമ്മൾ അത് സെറ്റാക്കണതാണ്. ആ സാധനങ്ങളൊക്കെ നമ്മൾ എടുത്ത് പെറുക്കി വെച്ച് നമ്മൾ അത് വർക്കൗട്ടാക്കുകയാണ്. അങ്ങനെയാണ് ഞാൻ കൂടുതലും ഇത് മോണിറ്റർ ചെയ്തേക്കണത്. അങ്ങനെയാണ് മിക്ക ആൾക്കാരും ഇതിൽ പറയണത്. എളുപ്പം അത് ഷോർട്ട് കട്ട് എന്നല്ല, അത് അതിൻ്റെ ഒരു ഭാഗമാണ്. നമ്മൾ പഠിച്ചു ഫുൾ ടൈം നമ്മളെപ്പോഴും ഇത് തന്നെ ആക്സസ് ചെയ്യാൻ പറ്റില്ല, ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ കുറച്ച് സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കി വെക്കുക. ഫോർ എക്സാമ്പിൾ ടേബിളായാലും ചെയർ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി ലൈബ്രറി സൂക്ഷിക്കുക എന്നാണ് ആദ്യം എനിക്ക് പറയാനുള്ളത്. ഓക്കെ, നമ്മൾ ഏകദേശം നമ്മുടെ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അത് ലൈറ്റ് ഉള്ളിലേക്ക് വെച്ചിട്ട് കളർ മാറ്റിയതാണ്.